എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 36ാമത്തെ പേജിലാണ് നമ്മൾ ഇപ്പോൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 3 എന്ന ഭാഗമാണ്. ഓക്കെ, പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ. ഇവിടെ ഒരു വാക്കാണ് നമുക്ക് ബോൾഡ് ലെറ്ററിൽ തന്നിരിക്കുകയാണ്, സെറ്റപ്പ് എന്നുള്ളത്. ഓക്കെ, പെലായ ഒരു കാര്യം കൂടി ചെയ്തു തന്നെയാണ്, സെറ്റപ്പ് എ റാബിറ്റ് വാരൻ. റാബിറ്റ് വാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുയലിനെ വളർത്തുവാനായിട്ടുള്ള ഒരു കൂട്ടം ഹോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ പൊത്തുകൾ എന്ന് പറയാം. അപ്പൊ പെലായോ എന്ത് ചെയ്തു, ഒരു കൂട്ടം പൊത്തുകൾ റാബിറ്റിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തു. ഗസ് ദ മീനിങ് ഓഫ് ദ സെന്റൻസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് ഗസ് ചെയ്യുവാനായിട്ടാണ്, അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ആലോചിച്ചെടുക്കുക, അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ദ മീനിങ് ഓഫ് ദ സെന്റൻസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ഓർ സ്റ്റാർട്ട് സംതിങ് ടു അറേഞ്ച് ഓർ ഓർഗനൈസ്. അപ്പൊ ഈ സെറ്റപ്പ് എന്ന വാക്കിന്റെ അർത്ഥമാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ആ മീനിങ് ഓഫ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്, അല്ലെങ്കിൽ സ്റ്റാർട്ട്, അല്ലെങ്കിൽ അറേഞ്ച്, അല്ലെങ്കിൽ ഓർഗനൈസ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തു എന്നൊക്കെ പറയാം. അപ്പൊ ഇത് നമുക്ക് ആ സെന്റൻസിന്റെ മീനിങ് ആയിട്ട് പെലായോ മേഡ് എ ഡെൻ ഫോർ കീപ്പിംഗ് റാബിറ്റ്സ് എന്ന് പറയാം. അതായത് ഒരു കുറേ പൊത്തുകള് എന്താണ് ചെയ്യുന്നത്, പെലായ എന്ത് ചെയ്തു, ഈ റാബിറ്റിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ദ വേർഡ് ഗീവൺ ഇൻ ദ ഇറ്റാലിക്സ് ഈസ് കോൾഡ് ഫ്രേസൽ വെർബ്. അപ്പൊ ഈ ഇറ്റാലിക്സിലെ ചുവന്ന ലെറ്ററിൽ തന്നിരിക്കുന്ന വാക്ക് ഏതാണ്, ഫ്രേസൽ വെർബ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇനി എന്താണ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ടുഗെദർ ആക്ട് ആസ് എ കംപ്ലീറ്റ്ലി ന്യൂ വെർബ്. അതായത് ഒന്നോ രണ്ടോ അതിലധികമോ വെർബുകൾ ഒന്നിച്ചു കൂടി ചേർന്നുകൊണ്ട് ഒരു വെർബായിട്ട് പ്രവർത്തിക്കുന്നു, വിത്ത് എ മീനിങ് സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ദ അതർ ഒറിജിനൽ വേർഡ്സ്. അതേ സമയത്ത് തന്നെ ഇത് ഒരു വെർബായിട്ട് രണ്ടോ അതിലധികമോ വെർബുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു വെർബായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ഒറിജിനൽ വെർബ്സ്. അതായത് ഇവ രണ്ടും വ്യത്യസ്തമായിരിക്കും. അത് ഒറിജിനൽ വെർബിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും. അതായത് ഓരോ വെർബുകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ വെർബിന്റെയും അർത്ഥവുമായിട്ട് ഈ രണ്ടെണ്ണം കൂടി വരുന്ന വെർബുകൾക്ക് യാതൊരു രീതിയിലുള്ള അർത്ഥവും ഉണ്ടായിരിക്കുകയില്ല എന്നും ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നോക്കുക, രണ്ട് വാക്കുകളാണ് തന്നിരിക്കുന്നത്. അതായത് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം റെഡി ആയിരിക്കുന്നു, അല്ലെങ്കിൽ അതൊരു ഒരു സാഹചര്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിലേക്കാണ് നമുക്ക് വരുന്നത്. സെറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സാധാരണയായിട്ടാണ്, അത് കസ്റ്റമറിയാണ് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, കൺവെൻഷണൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഒരു അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് മുകളിൽ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ മുകളിൽ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, സെറ്റപ്പ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും അർത്ഥം മാറി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ് വരുന്നത്. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ദാറ്റ് ആർ യൂസ്ഡ് വിത്ത് പ്രിപ്പോസിഷൻ അപ്പ്. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് ചെയ്തിരിക്കുന്നത്, വെർബുകൾ നമ്മുടെ അടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ അപ്പ് എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വെർബ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത് എന്താണ് ഈ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. മാച്ച് ദ ഫ്രേസൽ വെർബ് വിത്ത് ദെയർ മീനിങ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മാച്ച് ദ ഫ്രേസൽ വെർബ്. അതായത് ഈ ഫ്രേസൽ വെർബിനെ മാച്ച് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് അർത്ഥമാണ് ഏതിനോട് ഒത്തുവരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാനായിട്ട് മറന്നുപോയി. ഓക്കെ, ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൗൺ ഓർ എ പ്രോനൗൺ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ സെന്റൻസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, പ്രിപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വേർഡ് അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ്, ഒരു വേർഡ് അല്ലെങ്കിൽ വേർഡ് ദാറ്റ് ഷോസ് എ റിലേഷൻ. അതായത് ഒരു വസ്തുവിനും മറ്റൊരു വസ്തുവുമായിട്ടുള്ള ഒരു നൗണിനോ അല്ലെങ്കിൽ പ്രോനൗണോ തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് അത് കാണിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ ഇനി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി ചിന്തിച്ച് നോക്കാം ഈ പ്രിപ്പോസിഷൻ അപ്പ് ഉപയോഗിച്ചുള്ള വാക്കുകൾ. ഓക്കെ, മാച്ച് ദ ഫ്രേസൽ വെർബ് വിത്ത് ദെയർ മീനിങ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബുകളെല്ലാം അവയുടെ അർത്ഥവുമായിട്ട് നമ്മളോട് മാച്ച് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന വാക്ക് ഏതാണ്, ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്റ്റ്. അതായത് ഒരു കാര്യം
ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു മീറ്റിങ്ങിലോ അതുപോലെയുള്ള ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പറയുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ബ്രിങ് അപ്പ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പീക്ക് മോർ ലൗഡ്ലി, അതായത് കൂടുതൽ ഉച്ചത്തിൽ പറയുക എന്നുള്ളതാണ്. ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി, അല്ലെങ്കിൽ ഒരുവന്റെ അഭിപ്രായം ഫ്രാങ്ക്ലി ആയിട്ട്, അതായത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. ഹോണസ്റ്റ്ലി, അതായത് ഫ്രീലി, ഓപ്പൺലി, ആളുകൾ എന്ത് ചിന്തിക്കും എന്നത് ചിന്തിക്കാതെ നേരെ അങ്ങ് പറയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മോർ ലൗഡ്ലി എന്ന് പറയാം, അതായത് ഉച്ചത്തിൽ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപ്പെടുത്തുക, വൺസ് ഒപ്പീനിയൻ ഒരുവന്റെ അഭിപ്രായം, ഫ്രാങ്ക്ലി ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് എന്ന് പറയുക. അടുത്തതായിട്ട് ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫോർട്ട്, അതായത് ഒരു പണി ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട എന്ന് വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കോളപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കുക, ഒരാളെ ടു സമ്മൺ, അതായത് സമ്മൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക, സമ്മൺ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ, അല്ലെങ്കിൽ കോണ്ടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ, അല്ലെങ്കിൽ ഒരാളെ ഫോണിൽ കൂടി കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ടേൺ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അറൈവ് ഓർ അപ്പിയർ, അതായത് ടേൺ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ള അർത്ഥത്തിൽ വരാം, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഒരു അർത്ഥത്തിൽ വരാം. ലുക്കപ്പ് എന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഓർ സെർച്ച്, അതായത് ലുക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സെർച്ച് എന്ന് പറയാം. ഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുക, അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ സി ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഈ സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളൊന്ന് നോക്കിക്കേ. പേജ് നമ്പർ 37 തന്നിരിക്കുന്നത് സി. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ചൂസിങ് ഫ്രം ദോസ് ഗീവൺ ഇൻ ദ ബോക്സ്. അതായത് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ആയിരിക്കണം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന് ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബുകളുടെ അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ടേൺ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ കണ്ടു. അറൈവ് ഓർ അപ്പിയർ ഓഫൺ അൺഎക്സ്പെക്റ്റഡ്ലി, അതായത് വരിക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഞാനൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഷീ ടേൺഡ് അപ്പ് ലേറ്റ് ടു ദ മീറ്റിംഗ്, അവള് മീറ്റിംഗിൽ ടേൺഡ് അപ്പ് വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ആ മീറ്റിങ്ങിന് അവൾ വന്നു, ടു ദ മീറ്റിംഗ് ലേറ്റ് ആയിട്ടാണെങ്കിലും അവൾ വന്നു എന്നുള്ളതാണ്. ഗീവ് അപ്പ് ടു സ്റ്റോപ്പ് ട്രൈയിങ് ഓർ സറണ്ടർ, അതായത് ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തെ നിർത്തുക, അല്ലെങ്കിൽ ഒരു പരിപാടിയിലേക്ക് നമ്മൾ തോൽവി സമ്മതിച്ച് പിന്മാറുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എക്സാമ്പിൾ, ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ, അവൻ കഴിഞ്ഞ വർഷം പുകവലിയെ നിർത്തി കളഞ്ഞു, അതിനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഗെറ്റപ്പ് എന്ന് വെച്ചാൽ ടു റൈസ് ഫ്രം ദ ബെഡ്, അതായത് ബെഡിൽ നിന്ന് എഴുന്നേക്കുക. ഓർ സീറ്റഡ് പൊസിഷൻ, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുക. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 AM എവരി ഡേ, അതായത് ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻവെന്റ് എ സ്റ്റോറി ഓർ എക്സസൈസ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഒരു കഥയോ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എക്സ്ക്യൂസ്, അതായത് ഒരു ക്ഷമാപണത്തിന് കാരണമായ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു ജസ്റ്റിഫിക്കേഷൻ, ഒരു ന്യായീകരണം. ഒരു എക്സ്ക്യൂസ് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റിഫിക്കേഷൻ പറയുക, അല്ലെങ്കിൽ ഒരു ന്യായീകരണം പറയുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ന്യായീകരണം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ആൻ എക്സ്ക്യൂസ് ഫോർ ബീങ് ലേറ്റ്, എന്താണ് പറയുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ഓൾസോ ടു റിക്കൺസൈൽ ആഫ്റ്റർ ഡിസഗ്രിമെന്റ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഒരാളുമായിട്ട് അയാളുടെ ഐഡിയയുമായിട്ട് നമ്മൾ ഇനി ഒരിക്കലും ചേരുന്നില്ല എന്ന് പറഞ്ഞൊരു തർക്കമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അയാളുമായിട്ട് ഒത്തുപോകുന്ന ഒരു പരിപാടി. ഓക്കെ, സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അറേഞ്ച് ഓർ എസ്റ്റാബ്ലിഷ് സംതിങ്. സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദേ സെറ്റപ്പ് എ ന്യൂ ബിസിനസ് ഇൻ ടൗൺ, അവർ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപിച്ചിട്ടുണ്ട് എവിടെ, ടൗണിൽ എന്നുള്ളതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫേസ് വെർബ് ചൂസിങ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബിലോ. ഇവിടെ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ ഡാഷ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്, അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് ടേൺഡ് അപ്പ് അറ്റ് Pelayo's house to catch the glimpse of the mysterious old man with enormous wings. അതായത് ഇവിടെ ടേൺഡ് അപ്പ് എന്നുള്ള ഒരു ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ്, അതായത് ഒരു കൂട്ടം, വളരെ വലിയ കൂട്ടം, ലാർജ് നമ്പർ, വളരെ വലിയ കൂട്ടം, ഓഫ് ക്യൂരിയസ്, അറിയാൻ ആകാംക്ഷയുള്ള, ഓൺ ലുക്കേഴ്സ്, കാഴ്ചക്കാർ. ടേൺഡ് അപ്പ് ഇവിടെ വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു അറൈവ്, അല്ലെങ്കിൽ വന്നു എന്നുള്ള അർത്ഥത്തിൽ. അറ്റ് പെലായോസ് ഹൗസ്, പെലായയുടെ വീട്ടിൽ. ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ്
അതായത് ഒരു നോക്ക് കാണുവാൻ, ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോക്ക് കാണുവാൻ, ദ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ, ആ രഹസ്യങ്ങൾ നിറഞ്ഞ വൃദ്ധനെ കാണുവാനായിട്ട്, വിത്ത് എനോർമസ് വിങ്സ്, അതായത് വളരെ വലിയ ആ ചിറകുകളുള്ള വൃദ്ധനെ കാണുവാനായിട്ട്. രണ്ടാമതായിട്ട്, ദേ മെയ്ഡ് അപ്പ് സ്റ്റോറീസ് എബൌട്ട് ഹിം ആൻഡ് അനോയിഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ദേ മെയ്ഡ് അപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്, അവിടെ പാസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഉണ്ടാക്കി എന്നുള്ള ഒരർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ദേ മെയ്ഡ് അപ്പ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അവര് ഉണ്ടാക്കി അല്ലെങ്കിൽ ടു ഇൻവെന്റ് അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദേ മെയ്ഡ് അപ്പ് സ്റ്റോറീസ് എന്ന് വെച്ചാൽ കഥകൾ, എബൌട്ട് ഹിം അവനെ കുറിച്ച്, ആൻഡ് അനോയിഡ് ഹിം, അതുപോലെ തന്നെ അവനെ എന്ത് ചെയ്തു? അനോയ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശല്യപ്പെടുത്തുക, ദേഷ്യപ്പെടുത്തുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഹിം ടു ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. എങ്ങനെയാണ്? ബൈ ത്രോയിങ് എന്ന് വെച്ചാൽ എറിയുക, സ്റ്റോൺസ് അതായത് കല്ലുകൾ എറിയുകയും അതുപോലെ തന്നെ പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം, ഭക്ഷണ പദാർത്ഥങ്ങൾ എറിയുകയും ചെയ്ത് അവനെ ഇറിറ്റേറ്റ് ചെയ്തു, അനവസരപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, അവിടെ മെയ്ഡപ്പ് എന്ന് എഴുതുക. ഓക്കെ, മേക്കപ്പിന്റെ പാസ്റ്റ് ഫോം. ദേ ഡിഡ് എവറിത്തിങ് ദേ കുഡ് ടു മേക്ക് ദ മാൻ ഗെറ്റ് അപ്പ്. ദേ ഡിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ ചെയ്തു. എവറിത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം. ദേ കുഡ് എന്ന് വെച്ചാൽ അവർക്ക് സാധ്യമായത്. ടു മേക്ക് ദ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ. ഗെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കുവാനായിട്ട്. ഇവിടെ ഗെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ആസ് ദ ഓൾഡ് മാൻ ഷോവ്ഡ് നോ ഇൻട്രസ്റ്റ്, അവിടെ ആ ഓൾഡ് മാൻ, ആ വൃദ്ധൻ ഒരു ഇൻട്രസ്റ്റും ഇതിലൊന്നും കാണിച്ചില്ല. ദേ ഗേവ് അപ്പ് ദ ഐഡിയ ആൻഡ് ലെഫ്റ്റ്. അവർ ദേ ഗേവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു, ദ ഐഡിയ അവനെ എഴുന്നേൽപ്പിക്കാനുള്ള ഐഡിയ അല്ലെങ്കിൽ പദ്ധതി. നോ ഇൻട്രസ്റ്റ്. ഒക്കെ, അപ്പൊ അവരുടെ പദ്ധതിയെ ഉപേക്ഷിച്ചു. ആൻഡ് ലെഫ്റ്റ്, അവർ ആ സ്ഥലം കാലിയാക്കി. എനിക്ക് തോന്നുന്നു ഈ ഇഡിയമാറ്റിക് എക്സ്പ്രഷന്റെ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാവുന്നതാണ്.